ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് കുറച്ച് ടൂൾ വാളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഫ്രണ്ട് വീഡിയോ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ കുറച്ച് പാർട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ടൂൾ വാൾ സെറ്റ് ചെയ്യുന്നു, അതെങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ കുറേയൊക്കെ ഇന്നലെ ഫുള്ള് ലൈക്ക് ഇച്ചിരി തിരക്കായതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു ദിവസം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലിടും. പിന്നെ ഇപ്പോൾ എണീറ്റപ്പോൾ തന്നെ ലേറ്റല്ല, രാവിലെ 11 മണിയായി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ കടയിൽ പോയിട്ട് സെറ്റാക്കാം. നമ്മുടെ ഗരാജിൻ്റെ ടൂൾ ടേബിളൊക്കെ ഫുൾ മെസ്റ്റപ്പ് അല്ലേ. ഇതിനു വേണ്ടി ഞാൻ ഒരു ടൂൾ വാളിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ ഫ്രണ്ട് ഗരാജിലുണ്ട്. അവനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവൻ യൂസ് ചെയ്യുന്നില്ല. സോ അവനത് വിൽക്കുന്നതുകൊണ്ട് ഞാനത് പോയി എടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് അത് അവൻ്റെ വീട്ടിൽ ചെന്ന് ഊരിയെടുക്കണം. അപ്പോൾ ടൂൾസൊക്കെ ബാഗിൽ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ഇടാം. അപ്പോൾ കഴിച്ചത് നമ്മൾ പോകാനായിട്ട് കാറിൽ കയറിയിട്ടുണ്ട്. ഓക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. കഴിച്ചത് നമ്മൾ ടൂൾ വാൾ എടുക്കാനായിട്ട് അവൻ്റെ ഗരാജിൽ പോവുകയാണ്. കാറൊക്കെ എടുത്ത് സെറ്റായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണിക്കാം. പോണ വഴിയിൽ എൻ്റെ കസിനെ പിക്ക് ചെയ്യണം. എനിക്ക് ഒറ്റയ്ക്ക് എടുത്ത് പൊക്കാനുള്ള പറ്റും തോന്നുന്നില്ല. സോ അവനും കൂടെ പിക്ക് ചെയ്ത് നമുക്ക് പോയി വെക്കാം. നമ്മുടെ സിഗ്നൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫേമസ് AV വർക്ക്സ്. എനിക്ക് എടാ നിൻ്റെ ഇത് കൊടുക്കണ്ടേ? വേണ്ടല്ലേ, നാട്ടിക്കണ്ട. വേണ്ട ഗൈസ്, പ്രൊഫഷണൽ ഡ്രൈവർ എന്നാണ് ചേരാൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണം ഗൈസ്. ഞാനപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കഴിച്ചിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 1:30 അപ്പോൾ നമ്മൾ ടൂൾ വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പം ഇതാണ് സംഭവം. ഇന്നലെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇപ്പോൾ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. ഇതൊരു മെറ്റൽ മെഷ് ഷീറ്റാണ്. അതിൽ നമ്മൾ മറ്റേ ഏത് സംഭവം ഇതേപോലത്തെ ക്ലാമ്പുകൾ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ റിവറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു അത്യാവശ്യം കിള്ളായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് വേറെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിന് വീഡിയോ എടുക്കേണ്ടത്. നമുക്കിനി ഞാൻ പിന്നെ വെപ്രാളത്തിലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ സെറ്റ് ചെയ്ത് പൊട്ടനാണ് ഗൈസ്. എന്ത് ചെയ്യാൻ, ഒരു കണ്ടൻ്റ് അല്ലേ പോയത്. പിന്നെന്ത് പറയാൻ, പിന്നെ അത് ഗരാജ് ഫുള്ളൊന്ന് ഒതുക്കണം. അല്ല, ഒതുക്കിയിട്ട് ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കാണാം. നമുക്കൊരു ടൈം ലാപ്സ് ആയിട്ട് അതൊക്കെ സെറ്റ് കാണിച്ചു തരാം. ഗരാജ് ഏകദേശം ലൈക്ക് സെറ്റാക്കി വന്നിട്ടുണ്ട്. എല്ലാം ഒരുവിധം അറേഞ്ച് ചെയ്തു. ഈ അലമാര ഇവിടുന്ന് പോയാലേ സ്ഥലം കിട്ടത്തുള്ളൂ ഗൈസ്. ഇത് കുഴപ്പമില്ല, അത് ടൂൾ വാളെല്ലാം സെറ്റ് ചെയ്ത്. നാളെ ഇത്രയും വർക്കും കൂടെ ഉള്ളൂ. അവിടെ കഴിഞ്ഞാൽ അടിപൊളിയാവും ഗൈസ്. എന്താ പറയുക, ഇന്ന് വണ്ടി വർക്കിന് വന്ന വണ്ടി ഇതാണ് യൂണിക്കോൺ. ചെറിയ ചെറിയ വർക്ക്സേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി അപ്പാച്ചയുടെ പ്രോജക്ട്സ് നാളത്തോടെ തുടങ്ങാം. അതിന് മുമ്പ് ഒരു FC ഇരിപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയാൽ മാത്രം മതി. സ്റ്റാർട്ടാവുന്നില്ല, അത്രേ ഉള്ളൂ, ചെറിയ പ്രശ്നം. അവിടെ പുറത്തിരിക്കുക. അപ്പോൾ
നമുക്ക് നാളെ ബാക്കി ഗരാജ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് പെയിൻ്റൊക്കെ ചെയ്തു, സിങ്ക് ഫുള്ള് സെറ്റ് ചെയ്തു, സീൽ ചെയ്തു. ഇനി അത് അനങ്ങത്തില്ല. പിന്നെ ഈ വുഡ് സ്ക്രൂ ചെയ്തിട്ടില്ലായിരുന്നു, അത് സ്ക്രൂ ചെയ്തു. താഴെ ഒരു ചെറിയൊരു തട്ടുണ്ടാക്കി. പിന്നെന്താ ദാറ്റ്സ് ഇന്നത്രേ ചെയ്തുള്ളൂ. ഇന്ന് ജസ്റ്റ് ഒന്ന് ടൂൾ വാൾ ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാണ്ട് ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചെടുക്കാം ഗൈസ്. പിന്നെ അപ്പാച്ചയുടെ പാർട്സുകളൊക്കെ ഇവിടെ നിന്ന് കുറേ എൻക്വയറി വന്നു OLX-ലൊക്കെ ഇട്ടപ്പോൾ. പിന്നെ അതൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നാളെ ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം.